ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ വീട്ടിൽ ഒന്നും വേസ്റ്റ് ആക്കാറില്ല. ഒന്നും മറ്റൊന്നിന് ആഹാരമായിട്ടോ അല്ലെങ്കിൽ അത് വളമായിട്ടോ നമ്മൾ ഉപയോഗിക്കും. കോഴിയുടെ വേസ്റ്റും ഫുഡ് വേസ്റ്റും ബയോഗ്യാസ് പ്ലാന്റിലേക്ക് പോകുമ്പോൾ രണ്ട് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് ഗ്യാസും ഒന്ന് അതിൻ്റെ സ്ലറിയും. ഗ്യാസ് നമുക്ക് കിച്ചണിലേക്ക് കിട്ടും. ഇഷ്ടം പോലെ ഗ്യാസ് കിട്ടും. എത്രത്തോളം വേസ്റ്റ് ഇട്ട് നമ്മൾ കൊടുക്കുന്നു അതുപോലെ ഗ്യാസ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. ഇനിയുള്ളത് സ്ലറിയാണ്. സ്ലറി എന്ന് പറയുന്നതാണ് ഇതിനകത്തുനിന്ന് വന്ന് വീഴുന്ന ഔട്ട്ലെറ്റിൽ കൂടെ വരുന്ന വെള്ളം. ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഔട്ട്ലെറ്റിൽ കൂടെ വരുന്ന ലിക്വിഡ് ഫോമാണ് സ്ലറി. ഈ കാണുന്ന നീല ട്യൂബ് കണ്ടോ, ഇതിലൂടെയാണ് ഇത് വെളിയിലേക്ക് വരുന്നത്. ഈ വരുന്ന വെള്ളം നമ്മളൊരു ബക്കറ്റിൽ കളക്ട് ചെയ്യും. ഇത് ഉഗ്രൻ വളമാണ്. ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂല. ഇത് ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്കും പച്ചക്കറികൾക്കുമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഈ ബക്കറ്റിൽ ഒരു എംറ്റി ബക്കറ്റാണ് നമ്മളെപ്പോഴും ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു എംറ്റി ബക്കറ്റും ഒരു ബക്കറ്റിലേക്ക് സ്ലറി വീഴുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പാത്രം വെച്ച് ഈ ഒരു കപ്പ് കോരിയെടുക്കും. കേക്ക് ആ ബക്കറ്റിൻ്റെ 1/3 നമ്മൾ സ്ലറി ഒഴിക്കും. അതായത് ബക്കറ്റിൻ്റെ 1/3 മാത്രമേ നമ്മൾ ഈ സ്ലറി എടുക്കുകയുള്ളൂ. ബാക്കി നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാനുള്ളതാണ്. ടു തേർഡ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഓസ് എടുത്ത് ഇങ്ങോട്ട് വെള്ളം ടാപ്പ് തുറന്ന് പിടിച്ചിരിക്കുകയാണ്. ഇത് ഫില്ലായി വന്നു കഴിയുമ്പോഴാണ് ഡൈല്യൂട്ടാകും. ഈ ഡൈല്യൂട്ടഡ് മിശ്രിതമാണ് നമ്മൾ ഇതിനെല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുന്നത്. അതെ, നമ്മുടെ വെള്ളം ഓൾമോസ്റ്റ് ഫില്ലായി കഴിഞ്ഞു. ഇനി നമുക്ക് ടാപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളം എടുത്ത് നമുക്ക് എല്ലാ ചെടികൾക്കും ഒഴിക്കാം. മഴയില്ലാത്ത ദിവസം ഒഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ മഗ്ഗിൽ 2 മഗ്ഗ് വീതമാണ് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ മുന്തിരിയാണ്, നന്നായിട്ട് കായ്ച്ചു നിൽപ്പുണ്ട്. നമ്മൾ വേറെ ഒരു വളവും ഇവർക്ക് ആർക്കും ഇട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം, അതായത് സർക്കുലേറ്റ് ചെയ്താണ് വരുന്നത്, ആഴ്ച ഒരു ദിവസം എല്ലാവർക്കും കൊടുക്കും. ഇത് കരിയാപ്പ്, വേറെ വലിയ കരിയാപ്പ് അപ്പുറത്തുണ്ട്. ഇനി ഇവിടെ എൻ്റെ നിത്യവഴുതനയുണ്ട്. അവർ കായ്ച്ചിട്ടുണ്ട്, കുറച്ച് അവർക്കും കൊടുക്കാം. ഇതാണ് എൻ്റെ നിത്യവഴുതന. ഒരു 3-4 വിത്ത് പാകിയത, പക്ഷെ ഒരെണ്ണം മാത്രമേ പിടിച്ചു വന്നുള്ളൂ. വന്നപ്പോൾ അവൻ അങ്ങ് തഴച്ചു വളർന്നു. ഇതാണ് എൻ്റെ നിത്യവഴുതന. നല്ല തഴച്ചു വളർന്ന് ഇപ്പം നിറയെ പൂക്കളുമായിട്ട് നിൽക്കുക.